പല സ്ഥലങ്ങളിലും പല രീതിയിൽ പല ടേസ്റ്റിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഈ രീതിയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ചോറിന്. ഇതുപോലൊരു ഈ ടേസ്റ്റിലൊരു രസവും കല്ലിലരച്ച് തേങ്ങ ചമ്മന്തിയും കൂടി ആയാൽ വേറെ ഒരു കറിയും വേണ്ട. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഓൾ കൂടി പ്രസ് ചെയ്യാനും മറന്നു പോകരുതേ. എല്ലാവർക്കും ഷഹബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളി, 2 വറ്റൽമുളക്, ഞാൻ ക്രഷ് ചെയ്ത മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 10 അല്ലി വെളുത്തുള്ളി, 1 നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്, 12 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചതച്ചെടുക്കണം. ആദ്യം നമുക്ക് ജീരകവും കുരുമുളകും കൂടി ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിക്കുന്നതിനേക്കാളും ഇതുപോലൊന്ന് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയാണ് കേട്ടോ ചതച്ചെടുക്കേണ്ടത്. അത് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി കൂടി ചതച്ചെടുക്കാം. ചതച്ചെടുക്കേണ്ട എല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയും നമ്മൾ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. രസം റെഡിയാക്കാനായി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്ന സമയം നമ്മളിതിലേക്ക് കടുകിട്ടു. കടുകെല്ലാം പൊട്ടി വന്നപ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളി ഈ രൂപത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താ ഈ രൂപത്തിലായി വന്നപ്പോൾ 2 വറ്റൽമുളക് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ആക്കി നമുക്ക് കോരി മാറ്റാം. ഇത് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകവും കുരുമുളകും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊരു 3-4 സെക്കൻഡ് ഇളക്കി കൊടുത്ത ശേഷം ക്രഷ് ചെയ്ത മുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഏകദേശം നന്നായി വഴന്ന് വന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ വെള്ളം പോരാ, കുറച്ച് വെള്ളം കൂടി നമുക്കിത് വേണം. അതിന് മുന്നേ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതേ കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിനി പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ രസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മല്ലിയിലയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ല, അതെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. രസം ചോറിന് മാത്രമല്ല കേട്ടോ, നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊന്നും ഒഴിച്ച് കഴിച്ച് നോക്കി നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു രസവും ഇതുപോലൊരു തേങ്ങ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ചോറിന് കൂട്ടാൻ വേറെ ഒന്നും വേണ്ട. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 3 വറ്റൽമുളക്, ഒരു 6 ഉള്ളി, ഉപ്പ്, കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, പുളി, ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കല്ലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. കല്ലിലരയ്ക്കുന്ന ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്നൊന്നും കമൻറ്റിലൂടെ അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ.